Good morning. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ Fourier series ഡിഫൈൻ ചെയ്തു. അതിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ അതിൻ്റെ a0, an, bnൻ്റെ ഒക്കെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. So the Fourier expansion of the function f of x is conveniently written as f of x equal to a0 by 2 sigma n equal to 1 to infinity an cos nx plus sigma n equal to 1 to n infinity bn sin nx, where a0 equal to 1 by pi 0 integral 0 to 2 pi f of x dx and an equal to integral 1 to pi integral 0 to 2 pi f of x cos nx dx and b of n equal to 1 by pi integral 0 to 2 pi f of x sin nx dx. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറേ ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ഓർത്തിരിക്കേണ്ട 1-2 ഇക്വേഷൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. കോസ് എൻ പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. സൈൻ എൻ പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. അതുപോലെ തന്നെ കോസ് 2n പൈ, അതായത് 2 പൈയുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 1 ആണ്. സൈൻ 2n പൈ, സൈൻ എന്ന് പറഞ്ഞാൽ 2 പൈയുടെ മൾട്ടിപ്പിൾ ആയിട്ടാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഇതിൻ്റെ വാല്യൂ 0 ആണ്. ഇതുപോലെ തന്നെ 2 സൈൻ എ സൈൻ ബി കോസ് എ കോസ് ബി, 2 സൈൻ എ കോസ് ബി 2 കോസ് എ സൈൻ ബി, ഇതിൻ്റെ കേസുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടിപ്പിക്കലായിട്ടുള്ള 1-2 പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പം പലതരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് ഇതുമായിട്ട് ഈ ഒരു Fourier സീരീസിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത ഇൻ്റർവൽ 0 to 2 pi ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഇൻ്റർവെല്ലാം 0 to 2 pi ഉള്ള ഇൻ്റർവെല്ലിലുള്ള ചില പ്രോബ്ലംസ് ആണ് നമ്മൾ ആദ്യം സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ വീണ്ടും അങ്ങോട്ട് അടുത്ത ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് ഈ ഇൻ്റർവെൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ചേഞ്ച് ചെയ്താൽ അതിനനുസരിച്ച് ചെറിയ വേരിയേഷൻസ് ഇക്വേഷൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ 0 to 2 pi ആകണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ -π to +π ആകാം, അല്ലെങ്കിൽ സം L to -L ആകാം, അതായത് സം 2 to -2, അങ്ങനെ ആ രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന ചില ടിപ്പിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇതിലെല്ലാം നമ്മുടെ പിന്നെ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 0 to 2 pi ആ ഒരു ഇൻ്റർവെല്ലിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നിപ്പോൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദി ഫംഗ്ഷൻ ഈസ് f of x equal to എക്സ് സൈൻ എക്സ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫൊറിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് f of x equal to a0 by 2 പ്ലസ് സിഗ്മ n equal to 1 to infinity an cos nx പ്ലസ് സിഗ്മ n equal to 1 to infinity bn sin nx ആണ്. അപ്പോൾ ഇവിടെ f of x എന്ന് പറയുന്നത് x sin x ആണ്. അപ്പോൾ നമ്മൾ ഓരോന്നിനും a0, an, bn കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പം a0യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ a0 equal to 1 by pi integral 0 to 2 pi f of x dx ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 by pi integral 0 to 2 pi f of xൻ്റെ വാല്യൂ x sin x, so x sin x dx ഈക്വൽ ടു 1 by pi. നമ്മൾ ഇത്തരത്തിലുള്ള ഇൻ്റഗ്രൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് ആണ്, മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 മൈനസ് കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. ലിമിറ്റ് 0 to 2 pi. Now you can substitute the limits, so it will be equal to, when x equal to 2 pi ആകുമ്പോഴേക്കും ഇത് എത്രയാകും? 2 pi ഇൻറ്റു കോസ് മൈനസ് കോസ് 2 pi. കോസ് 2 പൈയുടെ വാല്യൂ 1 ആണ്, അതുകൊണ്ട് തന്നെ ഇത് -1 ആണ്. ഇനി അടുത്തതിൽ സൈൻ 2 പൈയുടെ വാല്യൂ 0 ആണ്, അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ ടൈം എന്തായി പോകും? ഇത് 0 ആയി പോകും. ഇനി x ഈക്വൽ ടു 0 ആകുമ്പോൾ 0 ഇൻറ്റു കോസ് എക്സ് എന്നുള്ള ഫോമിലാണ്, അതുകൊണ്ട് തന്നെ ഈ ടൈം 0 ആയി പോകും. ഇവിടെയാണെങ്കിൽ സൈൻ 0യുടെ വാല്യൂ 0 ആയതുകൊണ്ട് ലാസ്റ്റ് ടൈമും 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കിട്ടുന്നത് 2 pi ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -2 pi, -2 pi by pi എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -2 ആണ്. ഇതാണ് a0യുടെ വാല്യൂ. ഇതുപോലെ നമുക്ക് അടുത്ത ഇനി ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ a0യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് അടുത്ത കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് an ആണ്. അപ്പോൾ anൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ an ഈക്വൽ ടു 1 by pi ഇൻ്റഗ്രൽ 0 to 2 pi f of x ഇൻറ്റു കോസ് nx dx ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് ചെക്ക് ചെയ്യാം. ഈക്വൽ ടു 1 by pi ഇൻ്റഗ്രൽ 0 to 2 pi f of x ഈക്വൽ ടു x sin x, so it is equal to x sin x ഇൻറ്റു കോസ് nx dx ഈക്വൽ ടു, അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇത് സൈൻ എ കോസ് ബി എന്നുള്ള ഫോമിലാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ
സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ എ സൈൻ ബി അല്ലെങ്കിൽ സൈൻ എ കോസ് ബി അല്ലെങ്കിൽ 2 കോസ് എ സൈൻ ബി ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും ഇത് ഫസ്റ്റ് ആംഗിൾ എക്സും അടുത്തത് എൻ എക്സുമാണ്. ഇതിൽ ലാർജർ ആംഗിളിനെയാണ് നമ്മൾ എ ആയിട്ട് എടുക്കുന്നത്. സോ എൻ എക്സ് ഈസ് ബിഗർ ദാൻ എക്സ്. സോ എൻ എക്സ് ഈസ് ടേക്കൺ ആസ് എക്സ് ആൻഡ് എക്സ് ഈസ് ടേക്കൺ ആസ് ബി. അതുകൊണ്ട് തന്നെ ഇത് സൈൻ എ കോസ് ബി എന്നുള്ള ഫോമിലല്ല, പിന്നെ ഏത് ഫോമിലാണ്? ഇത് കോസ് എ സൈൻ ബി എന്നുള്ള ഫോമിലാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. ഈക്വൽ ടു 1/π നമ്മളൊരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π എക്സ് ടു കോസ് എൻ എക്സ് സൈൻ എക്സ് ഡി എക്സ്. അപ്പോൾ 2 കോസ് എ സൈൻ ബി എന്നുള്ള ഫോമിലാണ്. 2 കോസ് എ സൈൻ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 2 കോസ് എ സൈൻ ബി ഇറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി ആണ് അല്ലേ. 2 കോസ് എ സൈൻ ബി ഈക്വൽ ടു സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി ആണ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇൻ്റഗ്രൽ ആസ് ഇൻ്റഗ്രൽ 1/2π ഇൻ്റഗ്രൽ 0 to 2π എക്സ് ഇൻറ്റു സൈൻ എ പ്ലസ് ബി ദാറ്റ് ഈസ് സൈൻ എൻ എക്സ് പ്ലസ് എക്സ് ദാറ്റ് ഈസ് സൈൻ എൻ പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് സൈൻ next time will be a minus b that is n minus 1 into x into dx. Okay, it is equal to 1/2π. Now we can integrate this one. The first term is first function into integral of second. Sin the integral minus cos ആണ്. So it will become minus cos n plus 1 x divided by n plus 1 minus അടുത്ത ടൈം എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 into ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോഴത്തേക്കും കോസ് ഇൻറ്റു സൈൻ ആണ്. സോ ഇറ്റ് വിൽ ബിക്കം ഒരു മൈനസ് സൈൻ ഉണ്ട്, മൈനസ് സൈൻ എൻ പ്ലസ് 1 എക്സ് ഡിവൈഡ് ബൈ എൻ പ്ലസ് 1. ഇവിടെ എൻ പ്ലസ് 1 ഓൾറെഡി ഉണ്ട്. സോ ഇറ്റ് വിൽ ബിക്കം എൻ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ. ഇനി രണ്ടാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ മൈനസ് 1/2π. അടുത്ത് നമ്മൾ ഈ ടൈമിനാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് എക്സ് ഇൻറ്റു സൈൻ എൻ മൈനസ് എക്സ്. ഇവിടെ വരുമ്പോഴത്തേക്ക് എക്സ് ഇൻറ്റു സൈൻ എൻ മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് cos n minus 1 x divided by n minus 1 minus derivative of first 1. ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോഴേക്കും കോസിൻ്റെ മൈനസ് സൈൻ ആണ്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി മൈനസ് 1/n മൈനസ് 1 ഉണ്ട്. അപ്പോൾ ഇത് നമുക്കിത് മൈനസ് സൈൻ n മൈനസ് 1 എക്സ് ഡിവൈഡ് ബൈ n മൈനസ് 1 ദി ഹോൾ സ്ക്വയർ കിട്ടും. ലിമിറ്റ് 0 2π. ഇവിടെ ലിമിറ്റ് 0 2π ആണ്. ഇനി നമുക്ക് ഈ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇറ്റ് വിൽ ബിക്കം 1/2π ഇൻ്റഗ്രൽ എക്സിന് വേണ്ടി 2π കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 2π ഇൻറ്റു ഇത് കോസ് n പ്ലസ് 1 ഇൻറ്റു 2π എന്നാകും. അപ്പം ഇത് കോസ് n ഇൻറ്റു 2π 2πയുടെ മൾട്ടിപ്പിളാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പ്ലസ് 1 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ മൈനസ് 1/n പ്ലസ് 1. അടുത്ത മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. പക്ഷേ ഇവിടെ സൈൻ n പ്ലസ് 1 എക്സ് ആണ്. സൈനിൻ്റെ കേസിൽ 2πയുടെ മൾട്ടിപ്പിളായിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ടൈം 0 ആയി പോകും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴേക്കും ഇവിടെ എക്സ് ഈക്വൽ ടു 0 ആയാൽ 0 ഇൻറ്റു ആണ്. അപ്പോൾ അതുകൊണ്ട് ആ വാല്യൂം 0 ആകും. ഇവിടെ സൈൻ 0യുടെ വാല്യൂം 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി ടൈംസ് എല്ലാം 0 ആണ്. ഇനി ഇതുപോലെ നിങ്ങൾ രണ്ടാമത്തെ ടൈമിലേക്ക് വരുമ്പോഴേക്കും ഇത് മൈനസ് 1/2π അപ്പർ ലിമിറ്റ് 2π കൊടുക്കുമ്പോഴേക്കും 2π ഇൻറ്റു ഇവിടെ കോസ് n മൈനസ് 1 ഇൻറ്റു 2π എന്ന് പറഞ്ഞാൽ പ്ലസ് 1 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ കിട്ടുന്നത് മൈനസ് 1/n മൈനസ് 1. അടുത്ത രണ്ടാമത്തെ ടൈമിൽ സൈനിൻ്റെ കേസിൽ 2πയുടെ മൾട്ടിപ്പിളായിട്ട് വരുമ്പോഴേക്കും അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ടൈം 0 ആയി പോകും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ ഫസ്റ്റ് ടൈം 0 ആണ്, എക്സ് 0 ആകുന്നതുകൊണ്ട് രണ്ടാമത്തെ ടൈമും 0 ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രണ്ട് ടൈമുകളും 0 ആകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇവിടെ നമുക്ക് കിട്ടുന്നത് 1/2π ഇൻറ്റു മൈനസ് 2π/n പ്ലസ് 1. അടുത്ത ടൈം ആകുമ്പോഴേക്കും ഇത് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്ലസ് കിട്ടുന്നു. നമുക്ക് കിട്ടുന്നത് 1/2π 2π ഡിവൈഡ് ബൈ n മൈനസ് 1. ഈ 2π ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളത് മൈനസ് 1/n പ്ലസ് 1 പ്ലസ് 1/n മൈനസ് 1. So you can take n plus 1 into n minus 1. LCM എടുത്താൽ നമുക്ക് കിട്ടുന്നത് n സ്ക്വയർ മൈനസ് 1 ഇവിടെ മൈനസ് ഓഫ് n മൈനസ് 1 പ്ലസ് n പ്ലസ് 1.
ഈക്വൽ ടു ഇത് മൈനസ് എൻ പ്ലസ് എൻ 0 ആയി പോകും, ബാക്കി ഒരു 2 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2/n² - 1. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന എന്നിൻ്റെ വാല്യൂ 2/n² - 1 ആണ്. പക്ഷേ നിങ്ങൾക്കറിയാം നമ്മൾ ഫൊറിയർ സീരീസിൻ്റെ എക്സ്പാൻഷൻ എടുക്കുമ്പോഴത്തേക്കും ഈ നമ്മുടെ ടേം എന്ന് പറഞ്ഞാൽ സിഗ്മ n ഈക്വൽ ടു 1 to infinity an cos nx ആണ്. അതായത് ഇതിൽ എന്നിന് വരെ 1 to infinity ഉള്ള വാല്യൂസാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും n ഈക്വൽ ടു 1 ആകുമ്പോഴേക്കും ഇതിൻ്റെ ഡിനോമിനേറ്റർ 0 ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഈ ഇക്വേഷനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, a1ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ n ഈസ് നോട്ട് ഈക്വൽ ടു 1. അപ്പോൾ n ഈക്വൽ ടു 1 ആകുമ്പോൾ എത്രയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ടൈമിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ a1ൻ്റെ വാല്യൂ അപ്പം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. a1ൻ്റെ വാല്യൂ എത്രയാണ്? 1/π ഇൻ്റഗ്രൽ 0 to 2π f of x, അതായത് x sin x ഇൻറ്റു cos nx ആണ്. ഇതിന് വരെ 1 കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ cos x എന്ന് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ കിട്ടുന്ന എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1/π ഇത് sin a cos b sin a cos a sin theta cos theta, അതായത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് ഈക്വൽ ടു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π x ഇൻറ്റു 2 sin x cos x dx എന്ന് എഴുതാം. 2 sin theta cos theta എന്ന് പറഞ്ഞാൽ sin 2 theta ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെ 1/2π ഇൻ്റഗ്രൽ 0 to 2π x ഇൻറ്റു sin 2x dx എന്ന് എഴുതാം. ഇനി ഇതിൻ്റെ നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴേക്കും 1/2π ഫസ്റ്റ് ഫംഗ്ഷൻ x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് cos 2x/2 മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1. ഇതിൻ്റെ സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഒരു -1/2 ഉണ്ട്, ബാക്കി കോസിൻ്റെ സൈൻ ആണ്. അപ്പോൾ sin 2x / 4 ലിമിറ്റ് ഈസ് 0 and 2π. വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്നത് 1/2π. എക്സ് 2π ആകുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് ടൈം 2π ഇൻറ്റു cos 4π. cos 2πയുടെ വാല്യൂ 2πയുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുവാണെങ്കിൽ കോസിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് -1/2 ആണ്. അടുത്ത സൈൻ്റെ കേസിൽ പക്ഷേ 2πയുടെ മൾട്ടിപ്പിൾ വരുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ടൈം 0 ആയി പോകും. അടുത്ത ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴേക്കും ഇത് എക്സ് 0 ആകുമ്പോഴേക്കും ഇത് 0 ആയി പോകും. സൈൻ 0യുടെ വാല്യൂ 0 ആയതുകൊണ്ട് ലോവർ ലിമിറ്റുകളെല്ലാം 0 ആയി പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2π രണ്ടും ക്യാൻസലായി പോകും, ബാക്കിയുള്ളത് -1/2 ആണ്. അപ്പോൾ ഇതാണ് a1ൻ്റെ വാല്യൂ. അപ്പോൾ നമ്മൾ a0യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു, a(n)ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷേ a(n)ൻ്റെ നമുക്ക് കിട്ടിയ ജനറൽ എക്സ്പ്രഷനിൽ n = 1 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് a1 നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അടുത്തതായിട്ട് നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന ഏതാണ്? bn ആണ്. അപ്പം bnൻ്റെ വാല്യൂ എത്രയാണ്? bn = 1/π ഇൻ്റഗ്രൽ 0 to 2π f of x ഇൻറ്റു sin nx dx. f of x എന്ന് പറയുന്നത് x sin x ആണ്. x sin x ഇൻറ്റു sin nx dx ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ 0 to 2π x ഇൻറ്റു 2 sin nx dx. nx ആണ് ലാർജർ ആംഗിൾ. It is equal to 1/2π integral 0 to 2π x into the 2 sin a sin b എന്നുള്ള ഫോമില. 2 sin a sin b എന്ന് പറഞ്ഞാൽ cos a minus b minus cos a plus b ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് cos a minus b n-1x minus cos a plus b n+1x into dx. ഇനി നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ നിങ്ങൾ ആദ്യത്തെ ടൈമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1/2π ഫസ്റ്റ് ഫംഗ്ഷൻ x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ n-1x ഡിവൈഡ് ബൈ n-1 മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് കോസ് n-1x ഡിവൈഡ് ബൈ n-1 ദി ഹോൾ സ്ക്വയർ ലിമിറ്റ് 0 and 2π മൈനസ് സെക്കൻഡ് ടൈം ആകുമ്പോൾ 1/2π ഇവിടെ മൈനസ് ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് കിട്ടിയത് 1/2π. നമ്മൾ x ഇൻറ്റു കോസ് n+1x ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഫംഗ്ഷൻ x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ ആണ്. അപ്പോൾ സൈൻ n+1x ഡിവൈഡ് ബൈ n+1 മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 സൈൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് n+1x ഡിവൈഡ് ബൈ n+1 ദി ഹോൾ സ്ക്വയർ
lower limit 0, upper limit 2 pi. Now you can substitute the lower and upper limits. It will become 1 by 2 pi. ഇവിടെ 2 പൈ കൊടുക്കുമ്പോഴേക്കും സൈൻ 2 പൈ n മൈനസ് 1 ഇൻറ്റു 2 പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ടൈം 0 ആയി പോകും. സെക്കൻഡ് ടൈം മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. കോസ് n മൈനസ് 1 ഇൻറ്റു 2 പൈ. കോസ് 2 പൈയുടെ വാല്യൂ കോസ് 2n പൈയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. അതുകൊണ്ട് തന്നെ കോസ് n മൈനസ് 1 ഇൻറ്റു 2 പൈയും 1 തന്നെയാണ്. നമുക്ക് കിട്ടുന്നത് 1 ബൈ n മൈനസ് 1 ദി ഹോൾ സ്ക്വയർ. ഇതുപോലെ അടുത്ത ടൈം ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴേക്ക് ഇത് 0 ആയതുകൊണ്ട് തന്നെ ഈ ടൈം 0 ആയി പോകും. പിന്നീട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൈം 0 ആണ്. അടുത്ത ടൈം മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴേക്കും ഇത് എത്രയാകും? ഇത് 1 ബൈ n മൈനസ് 1 ഹോൾ സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് ടൈം 1 ബൈ 2 പൈ. എക്സ് 2 പൈ ആകുമ്പോഴേക്കും നമുക്ക് സൈൻ n പ്ലസ് 1 ഇൻറ്റു 2 പൈ 0 ആണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ടൈം 0. ഇവിടെയാണെങ്കിൽ മൈനസ് ഓഫ് മൈനസ് പ്ലസ് കോസ് 2 പൈയുടെ മൾട്ടിപ്ലൈ n പ്ലസ് 1 ഇൻറ്റു 2 പൈ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് 1 ബൈ n പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ എഴുതാം. മൈനസ് എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ ടൈം 0 ആകുന്നു. മൈനസ് ഇത് എക്സ് ഈക്വൽ ടു 0 ആകുമ്പോഴേക്കും കോസിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് തന്നെ ഇത് 1 ബൈ n പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ഈ ടൈം ഇത് 1 ബൈ ഈ 2 ടൈം ക്യാൻസൽ ആയി പോകും, ഈ 2 ടൈമും ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. ബി എന്നിൻ്റെ വാല്യൂ 0 ആണ്. ബി എൻ ഈക്വൽ ടു 0. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ഇവിടെ നിങ്ങളുടെ ഒരു ടൈം 1 ബൈ n മൈനസ് 1 ദി ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ n ഈക്വൽ ടു 1 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ബി എന്നിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ബി എൻ ഈക്വൽ ടു 0 വേർ n നോട്ട് ഈക്വൽ ടു 1. അപ്പോൾ n ഈക്വൽ ടു 1 ആകുമ്പോഴേക്കുള്ള ബി എന്നിൻ്റെ വാല്യൂ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. നേരത്തെ a1ൻ്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ഇനി ഏതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു? n ഈക്വൽ ടു 1 ആകുമ്പോഴുള്ള b1. അപ്പോൾ b1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ബൈ പൈ ഇൻ്റഗ്രൽ 0 ടു 2 പൈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് അല്ലേ. ഇവിടെ സൈൻ എൻ എക്സിൽ എന്നിന് വരെ 1 കൊടുത്തു. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ 2 പൈ ഇൻ്റഗ്രൽ 0 ടു 2 പൈ എക്സ് ഇൻറ്റു 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം ഇൻറ്റു ഡി എക്സ്. or it is equal to 1 by 2 pi integral 0 to 2 pi x into 2 sin square theta, and so 2 sin square theta equal to 1 minus cos 2 theta. So it is equal to 1 minus cos 2 theta. Here it is 1 minus cos 2x into dx. So it can be written as 1 by 2 pi integral 0 to 2 pi x dx minus 1 by 2 pi integral 0 to 2 pi x cos 2x dx. So it is equal to 1 by 2 pi, it is x square by 2 limit 0 and 2 pi minus 1 by 2 pi first function x into integral of second sin 2x by 2 minus derivative of first integral of second minus cos 2x by 4 limit 0 and 2 pi, or it is equal to 1 by 2 pi. When you substitute 2 pi you will get 4 pi square by 2, and so you substitute 0 it will become 0 minus 1 by 2 pi sin 2 of 2 pi. 2 pi multiple 0 ആണ്, അതുകൊണ്ട് തന്നെ 0 വരും. നെക്സ്റ്റ് ടൈം മൈനസ് ഓഫ് മൈനസ് പ്ലസ് cos 2 times 2 pi ൻ്റെ വാല്യൂ 1 ആണ്. സോ ഇറ്റ് വിൽ become 1 by 4. അതുപോലെ അടുത്ത 0 വരുമ്പോഴേക്കും ഫസ്റ്റ് ടൈം എക്സ് 0 ആകുമ്പോൾ 0 ആയി പോകും. മൈനസ് ഇവിടെ cos 0 ആകുമ്പോഴേക്കും ഇതിൻ്റെ വാല്യൂ മൈനസ് 1 by 4 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 ടൈം ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളത് 4 pi square by 4 pi ആണ്. ഇറ്റ് വിൽ become pi. അപ്പോൾ അതുകൊണ്ട് തന്നെ b1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. b1 വാല്യൂ എന്ന് പറഞ്ഞാൽ പൈ ആണ്. അപ്പോൾ നമ്മൾ കോഎഫിഷ്യൻസിൻ്റെ വാല്യൂസ് എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇതിൻ്റെ ഫോറിയർ എക്സ്പാൻഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയ a0യുടെ വാല്യൂ എന്ന് പറയുന്നത് -2 ആയിരുന്നു. a(n)ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 2 by n square minus 1 ആണ്. n not equal to 1. അപ്പം n equal to 1 ആകുമ്പോഴേക്കുള്ള a1ൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ a1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് -1 by 2. അടുത്ത bnൻ്റെ വാല്യൂ 0 ആണ്, പ്രൊവൈഡഡ് n നോട്ട് ഈക്വൽ ടു 1.
b1ൻ്റെ വാല്യൂ നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. b1ൻ്റെ വാല്യൂ കിട്ടിയത് പൈ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity an cos nx പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity bn sin nx ആണ്. നമുക്കിനി വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈസ് എക്സ് സൈൻ എക്സ്. സോ എക്സ് സൈൻ എക്സ് ഈക്വൽ ടു a0/2 ഇറ്റ് ഈസ് -1 പ്ലസ് an-ൻ്റെ കേസിൽ നമ്മളിതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് ഫസ്റ്റ് വൺ a1 cos x പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 അടുത്ത n ഈക്വൽ ടു 2 to infinity 2 ഉള്ള an-ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/n² -1 ആണ് ഇൻറ്റു cos nx. Here also we can split it, that is b1 sin x plus sigma n equal to 2 to infinity bn-ൻ്റെ വാല്യൂ എത്രയാണ്? 0 ഇൻറ്റു sin nx ആണ്. അതുകൊണ്ട് ഈ ടൈം 0 ആയി പോകും. ബാക്കി നമ്മളിതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് സൈൻ എക്സ് ഈക്വൽ ടു -1 പ്ലസ് a1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? -1/2 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് -1/2 cos x. അടുത്ത ഇവിടെ നമുക്ക് b1 sin x ഉണ്ട്. b1ൻ്റെ വാല്യൂ പൈ ആയതുകൊണ്ട് നമുക്കത് കിട്ടുന്നത് പൈ sin x എന്ന് നമുക്ക് എഴുതാം. അടുത്ത ടൈം ഇവിടെ നിങ്ങൾ n 2 to infinity ആണ്. അപ്പോൾ അതുകൊണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും when you give n equal to 2 you will get 2/2² -1, that is 2 divided by 3 into cos 2x. When you give the value 3 you will get 2/3² -1, that is 2/8 cos 3x. Next will be 2 you give n equal to 4, it will become 2/15 cos 4x plus etc. നമുക്കിതിനെ ഒന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇറ്റ് വിൽ ബിക്കം x sin x ഈക്വൽ ടു -1 -1/2 cos x plus pi sin x plus 2 into cos 2x divided by 1 into 3 plus cos 3x into 2 into 4 plus cos 4x into 3 into 5. So next time will be cos 5x into 4 into 6 plus etc. ഇതാണ് നമ്മളുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എക്സ് സൈൻ എക്സിനെ നമുക്ക് ഒരു ഫൊറിയർ സീരീസ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ സാധാരണ രീതിയിൽ ഇതിപ്പോൾ ഒരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ a1ൻ്റെയും b1ൻ്റെയും വാല്യൂ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നത്. സാധാരണ രീതിയിൽ ജനറൽ കേസിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ എക്സ്പ്രഷൻ ഒരു n equal to 1 വാലിഡ് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ഡിനോമിനേറ്ററിൽ n² -1 വന്നുകൊണ്ടാണ് നമുക്കത് ആ ഒരു ടൈം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫൊറിയർ സീരീസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടേമുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ ഒരു പ്യുവർ സൈൻ സീരീസ് ആകാം, അല്ലെങ്കിൽ പ്യുവർ കോ സീരീസ് ആകാം, അല്ലെങ്കിൽ സൈൻ സീരീസിൻ്റെയും കോ സീരീസിൻ്റെ ഒരു മിക്സർ ആയിരിക്കാം നമുക്ക് കിട്ടുന്നത്. ദി നെക്സ്റ്റ് പ്രോബ്ലം is show that f of x equal to pi² plus sigma n equal to 1 to infinity a cos nx by n square for f of x equal to pi minus x the whole square by 4 0 less than x less than 2pi. ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ എക്സ്പ്രഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ a0 കാൽക്കുലേറ്റ് ചെയ്യണം, an കാൽക്കുലേറ്റ് ചെയ്യണം, bn കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് a0. a0 equal to 1/pi integral 0 to 2pi f of x dx, that is pi minus x the whole square divided by 4 into dx. So its value is equal to 1/pi 1/4pi into integral 0 to 2pi pi minus x the whole square. അപ്പോൾ integral എന്ന് പറയുന്നത് pi minus x the whole cube divided by 3. ഇവിടെ മൈനസ് എക്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മൈനസ് കൂടി വരും ഇവിടെ. limit 0 and 2pi. So its value is equal to 1/4pi. 2pi കൊടുക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് pi minus 2pi ആണ്. pi minus 2pi എന്ന് പറഞ്ഞാൽ minus pi. So minus pi the whole cube is minus pi cube. Minus into minus plus. So it will become pi cube by 3. When you give 0 minus there is one more minus sign here, so it will become plus. So it will become pi cube by 3 into 0 minus 0 minus 1 plus 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 0 minus 1
plus x equal to 0, so it will become pi cube by 3. Pi cube by 3 by plus pi cube by 3. That is 2 pi cube by 3. 2 pi cube by 4 pi into 3. അപ്പോൾ നമുക്ക് കിട്ടുന്നത് pi square by 6 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ a0യുടെ വാല്യൂ. Next we can calculate an. An is equal to 1 by pi integral 0 to 2 pi f of x, that is pi minus x the whole square by 4 into cos nx dx. So it can be written as 1 by 4 pi. The integral എന്ന് പറയുന്നത് pi minus first function, that is pi minus x the whole square. Integral of cos nx is sin nx by n minus derivative of first is 2 times pi minus x into derivative of minus 1 ആണ്, into integral of second, that is minus cos nx by n square. ഇനി നമ്മൾ നെക്സ്റ്റ് ഈസ് ഇത് ആദ്യത്തെ ടൈം പ്ലസ്, അടുത്ത മൈനസ്, നെക്സ്റ്റ് വിൽ ബി പ്ലസ്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കിട്ടുന്നത് 2 ടൈംസ് പൈ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ മൈനസ് 1 ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു മൈനസ് 1 ഉണ്ട്. ഇൻറ്റു മൈനസ് കോസ് എൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ ആണ്. അപ്പോൾ ഇത് എൻ ക്യൂബ് ആകും. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 2 പൈ is equal to 1 by 4 pi. 2 പൈ ആകുമ്പോഴേക്കും സൈൻ എൻ ഇൻറ്റു 2 പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്, അതുകൊണ്ട് തന്നെ ഈ ടൈം 0 ആയി പോകും. ഇവിടെ കോസ് എൻ ഇൻറ്റു 2 പൈ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ കിട്ടുന്നത് മൈനസ് 2 ഇൻറ്റു പൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് പൈ മൈനസ് 2 പൈ, ദാറ്റ് ഈസ് മൈനസ് പൈ ആകും. ഇവിടെ മൈനസ് 1 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 1 ബൈ എൻ സ്ക്വയർ കിട്ടും. കോസ് എൻ ഇൻറ്റു 2 പൈ എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് അടുത്ത സൈൻ്റെ കേസിൽ സൈൻ എൻ ഇൻറ്റു 2 പൈ 0 ആണ്, അതുകൊണ്ട് തന്നെ അടുത്ത ടൈം എന്ന് പറയുന്നത് 0 ആണ്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴേക്കും എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഈ ടൈം 0 ആകും. ഈ ടൈം വരുമ്പോഴേക്കും മൈനസ് ഓഫ് മൈനസ് പ്ലസ് ഇവിടെ ഉള്ളത് 2 ടൈംസ് എക്സിന് വരെ 0 കൊടുത്താൽ എന്താ, ഇത് പൈ, ഇവിടെ ഒരു മൈനസ് 1 ഉണ്ട്, ഇവിടെ എക്സിന് വരെ 0 ആകുമ്പോൾ ഇത് 1 ആകും. സോ ഇറ്റ് വിൽ ബിക്കം മൈനസ് 1 ബൈ എൻ സ്ക്വയർ. ഇത് സൈൻ 0 0 ആണ്, അതുകൊണ്ട് തന്നെ ആ ടൈമും 0 ആയി പോകും. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടുന്ന എ എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്ക് എത്രയാണെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 by 4 pi minus 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 minus, so it will become plus, that is 2 pi by n square. Minus into minus plus, so it is equal to 2 pi by n square. So it becomes 1 by 4 pi into 2 times 2 pi, that is 4 pi by n square. അപ്പോൾ 4 pi ക്യാൻസൽ ആയി പോകും, ബാക്കിയുള്ളത് 1 by n square ആണ്. അതുകൊണ്ട് തന്നെ a0യുടെയും എന്നിൻ്റെയും വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. a0 ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ 6 ആൻഡ് an ഈക്വൽ ടു 1 by n സ്ക്വയർ ആണ്. അടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബി എന്നിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ബി എന്നിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബി എൻ ഈക്വൽ ടു 1 by pi ഇൻ്റഗ്രൽ 0 to 2 pi എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പൈ മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 by 4 pi ഫസ്റ്റ് ഫംഗ്ഷൻ പൈ മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ മൈനസ് derivative of first 2 times pi minus x into minus 1 integral of second minus sin nx by n square plus derivative of first 2 times minus 1 integral of second minus of minus plus, that is cos nx by n cube integral 0 to 2 pi. Now you can substitute the lower and upper limits. 1 by 4 pi into x equal to 2 pi ആകുമ്പോഴേക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ പൈ മൈനസ് 2 pi, that is minus pi the whole square, that is it will become pi square.
ഇൻറ്റു കോസ് എൻ ഇൻറ്റു 2π. കോസ് 2πയുടെ മൾട്ടിപ്പിൾ ആകുമ്പോഴേക്കും +1 ആയതുകൊണ്ട് തന്നെ ഈ ടൈം -1/n ആകും. അടുത്ത് ഇവിടെ സൈൻ n ഇൻറ്റു 2π ആയതുകൊണ്ട് തന്നെ 0 ആയി പോകും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ടൈം 0 ആണ്. ലാസ്റ്റ് ടൈമിലേക്ക് വരുമ്പോഴേക്കും കോസ് n ഇൻറ്റു 2π +1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് +2 ടൈംസ് 1/n³. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴേക്കും ഇത് കോസ് nx/n, കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് -π² -1/n. ഇവിടെ സൈൻ 0 0 ആയതുകൊണ്ട് തന്നെ ഈ ടൈമിൻ്റെ ലോവർ ലിമിറ്റ് 0 ആയി പോകും. ഈ ടൈമിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ ഓൾറെഡി 2 ഇൻറ്റു -1 ഇൻറ്റു -1 +1 ആണ്. അതുകൊണ്ട് തന്നെ 2 കോസ് nx എന്ന് പറയുമ്പോഴത്തേക്കും കോസ് 0 1 ആണ്. അതുകൊണ്ട് തന്നെ ഇത് 1/n³ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഈക്വൽ ടു 1/4π. ഇവിടെ കിട്ടുന്നത് -π²/n ആണ്. ഇവിടെ കിട്ടുന്നത് +π²/n. അത് ക്യാൻസൽ ആയി പോകും. ഇവിടെ 2/n³ ആണ്. ഇവിടെ -2/n³ ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടും? 0 കിട്ടും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ നമ്മൾ മുമ്പ് കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ വീണ്ടും b1ൻ്റെ വാല്യൂ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ലിമിറ്റ് 1 to ∞ ആണ്. ഇവിടെ 1/n ആയതുകൊണ്ട് n = 1 ആണെങ്കിലൊക്കെ നമുക്ക് ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി സെപ്പറേറ്റ് ആയിട്ട് b1ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കോഎഫിഷ്യൻസ് എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. a0യും a1ഉം അതുപോലെ തന്നെ a0 an bn നമ്മൾ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ a0യുടെ വാല്യൂ നമുക്ക് കിട്ടിയത് π²/6 ആണ്. an-ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 1/n² ആണ്. bn-ൻ്റെ വാല്യൂ കിട്ടിയത് 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ bn 0 ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫംഗ്ഷൻ എക്സ്പാൻഡ് ചെയ്യുമ്പോഴേക്കും f(x) = a0/2 + സിഗ്മ n = 1 to ∞ an cos nx മതി. bn sin nx-ൻ്റെ വാല്യൂ ആവശ്യമില്ല, കാരണം bn 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് f(x)ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ f(x) = എത്രയാണ്? a0/2 π²/12 ആകും. പ്ലസ് സിഗ്മ n = 1 to ∞ an-ൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 1/n². സോ ഇറ്റ് വിൽ ബിക്കം cos nx/n² ആണ്. ഇതാണ് നമുക്ക് ആവശ്യമായ റിസൾട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഫൊറിയർ സീരീസ് ആയിട്ട് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. f(x) എന്ന് പറഞ്ഞാൽ π - x² / 4 ആണ്. ഈസ് ഈക്വൽ ടു π²/12 പ്ലസ് n 1 ആകുമ്പോഴേക്കും ഇത് cos x ആകും. n 2 ആകുമ്പോഴേക്കും ഇത് cos 2x/2² ആകും. n = 3 ആകുമ്പോഴേക്കും ഇത് cos 3x/3² ആകും. ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ രീതിയിലാണ് നമുക്കൊരു ഫംഗ്ഷൻ അറിയാമെങ്കിൽ അതിൻ്റെ ഇൻ്റർവൽ 0 to 2 അതിൻ്റെ ലിമിറ്റ് അതിൻ്റെ ഇൻ്റർവൽ 0 to 2π ആണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്.